സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനെ പറ്റി ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടൊരു വാർത്തയായിരിക്കും. വേടന്റെ പരിപാടിയിൽക്കിടയിൽ അല്ലെ വേടന്റെ പരിപാടി കാണാനായിട്ട് പോയ ഒരാൾ തിരക്കിൽപ്പെട്ട് ട്രെയിൻ തട്ടി മരിച്ചു. മനോവിഷമത്തിൽ ജീവനൊടുക്കി ദമ്പതികൾ. അതായത് മകന്റെ മരണത്തിന് പിന്നാലെ ഉണ്ടായ മാനസിക വിഷമമാണ് ഇവർ ജീവനൊടുക്കാൻ കാരണമായതെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ടൊരു വാർത്ത കൂടിയുണ്ട്. ഞാൻ അതോടെ നിങ്ങളൊന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. കാസർഗോഡ് പൊയിനാച്ചിപ്പറമ്പിൽ ദമ്പതികളെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. വേണുഗോപാൽ, ഭാര്യ സ്മിത എന്നിവരാണ് മരിച്ചത്. ഡിസംബർ 29 ഇവരുടെ ഏക മകൻ ശിവാനന്ദ് ട്രെയിൻ തട്ടി മരിച്ചിരുന്നു. ഫൈസലാണ് ചേരുന്നത് കാസർഗോഡ് നിന്ന്. ഫൈസൽ, എന്താണ് വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് ഈ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ വീട്ടിലെ സെൻട്രൽ ഹാളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത്. വേണുഗോപാൽ 50 വയസ്സ്, ഒപ്പം തന്നെ ഭാര്യ സ്മിത 40 വയസ്സ്. ഇവരാണ് മരിച്ചത്. നിമി സൂചിപ്പിച്ച പോലെ തന്നെ ഇവരുടെ മകൻ കഴിഞ്ഞ ഡിസംബർ 29 വേടന്റെ സംഗീത പരിപാടി കാണാൻ വരുന്നതിനിടെ, അതായത് ബേക്കൽ ബിജൂസിൽ സംഗീത പരിപാടി കാണാൻ വരുന്നതിനിടെ ട്രെയിൻ തട്ടി മരിച്ചിരുന്ന 19 വയസ്സുള്ള ശിവാനന്ദാണ് അന്ന് മരിച്ചത്. ശിവാനന്ദ് ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. ശിവാനന്ദ് മരിച്ചത് മുതൽ ഇവർ രണ്ടുപേരും കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ ഇത് സംബന്ധിച്ച് ചികിത്സ തേടിയതായും വിവരമുണ്ട്. ഇപ്പോൾ പോലീസ് ഇവരുടെ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, തങ്ങളുടെ ഏക മകനാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് തന്നെ തങ്ങൾ ഇനി ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളൊരു ആത്മഹത്യാക്കുറിപ്പാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിരിക്കുകയാണ്. നിമി, ഇത് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. അപ്പോൾ ഈ വാർത്ത നമുക്കറിയാം, കാസർഗോഡ് വേടന്റെ പരിപാടി കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഓടിക്കൂടുകയും കാസർഗോഡ് വെച്ച് അന്നേ ഒരു വാർത്ത വന്നാണ് വേടന്റെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് വന്ന ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ളത്. അപ്പോൾ ആ സമയങ്ങളിൽ ആരാണ് മരിച്ചതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നില്ല. ഇവരും ഈ വാർത്തകളിലെല്ലാം പറയുമ്പോഴും, പലരും റിപ്പോർട്ട് ചാനൽ അടക്കമുള്ള ചാനലുകൾ ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇവർ പറയുന്നില്ല. ഇതൊക്കെ നമ്മളിനി മഷിയിട്ട് വല്ല കൈനോട്ടക്കാരനെ കൊണ്ടൊക്കെ നോക്കിക്കേണ്ടി വരുമെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. അതായത് വേടന്റെ പരിപാടി കാണാൻ പോയ ഒരാൾ ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ വേടന്റെ പരിപാടി നടക്കുന്ന സ്ഥലവും ഈ റെയിൽവേ സ്റ്റേഷനും തമ്മിൽ എത്രത്തോളം ദൂരമുണ്ടെന്നുള്ളത് കാസർഗോഡുള്ള പല ആളുകൾക്കും അറിയാം, അല്ലെങ്കിൽ കാലിക്കറ്റുള്ള പല ആളുകൾക്കും അറിയാം. പല ആളുകളും എൻ്റെ അടുത്ത് വന്ന് പറയുകയുണ്ടായി, അതായത് ഇതുപോലെ ഒരുപാട് ദൂരത്താണ് ആ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്, വേടന്റെ പരിപാടി നടക്കുന്ന ഇന്ന സ്ഥലത്താണെന്നൊക്കെ അവർ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അപ്പം ഞാൻ ചിന്തിച്ചു, ഇത്രയും ദൂരത്ത് നടക്കുന്നൊരു പരിപാടി, അത്രയും ദൂരത്ത് നിന്നൊരു പയ്യൻ വന്ന് അവിടെ ട്രെയിൻ തട്ടി മരണപ്പെട്ടത് എങ്ങനെയാണ് വേടന്റെ പേര് വെച്ചുകൊണ്ട് പറയുന്നത്? അശ്രദ്ധമായിട്ട് റെയിൽവേ ക്രോസ് മുറിച്ച് കടക്കുന്നതിനിടയിൽ, അല്ലെങ്കിൽ ട്രെയിൻ വരുന്ന ആ ഒരു സ്ഥലത്തുകൂടി, ട്രെയിൻ എന്തായാലും റോഡിൽ കൂടെ പോകത്തില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ല നമ്മുടെ ഇടവഴികളിൽ കൂടിയൊന്നും പോകില്ല എന്ന് നമുക്കറിയാം. ഇത് ബസ് സർവീസ് പോലെ നടത്തുന്ന ഒരു സാധനമല്ലല്ലോ ട്രെയിന് പോകാനായിട്ട് കൃത്യമായിട്ടൊരു പാതയുണ്ട്. ആ പാതയിൽ കൂടി മാത്രമേ ട്രെയിൻ പോവുകയുള്ളൂ. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത ആളുടെ ഭാഗത്താണോ തെറ്റ്, അതോ വേടന്റെ ഭാഗത്താണോ തെറ്റ്? ഇനിയിപ്പോൾ ഇതെല്ലാം തിരിഞ്ഞ് വേടന്റെ മുകളിലേക്ക് തന്നെ വരും. ഇപ്പൊ അച്ഛനും അമ്മയും ആ ഒരു മനോവിഷമത്തിൽ, സ്വന്തം മകൻ നഷ്ടപ്പെട്ട മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ആ ഒരു വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു പോയിരിക്കുകയായിരുന്നു അവരൊക്കെ എന്നാണ് വാർത്തകളിലൊക്കെ പറയുന്നത്. ഇതൊരു കേസായിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ അവർ കേസായിട്ട് കൊടുക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കാത്തത്. അതായത് വേടന്റെ പരിപാടിക്കിടയിൽ മരണം സംഭവിച്ചു, അല്ലെ വേടന്റെ പരിപാടി കാണാൻ വേണ്ടി പോയപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി ഏത് രീതിയിൽ പോകുമെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ആ പരാതിയുമായിട്ട് പോയില്ല. വേടൻ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം പ്രശ്നമാണെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ആ ആളുകൾക്ക് പുതിയൊരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ് ഈ ഒരു സംഭവത്തോടു കൂടി. മരണത്തിനെ കളിയാക്കുകയോ അല്ലെ മരണത്തിനെ വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയൊന്നുമല്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ലേബലിന് വേണ്ടിയിട്ടൊരു വാർത്ത കൊടുക്കുന്നു. അത് വേടന്റെ പരിപാടിക്ക് പോയപ്പോൾ ആ പയ്യൻ മരണപ്പെട്ടു. അങ്ങനെ പറയുമ്പോൾ എന്താ അവിടെ ഉണ്ടാകുന്ന ലേബല്? വേടന്റെ പരിപാടിക്കല്ലേ പോയത്, വേടന്റെ പരിപാടി കാണാൻ പോയപ്പോഴുണ്ടായ മരണമാണ്. അത് ഈ വേടനെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഒരു നല്ല കാര്യം തന്നെയാണ്, അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല ആയുധം തന്നെയാണ്. പക്ഷെ മരണമെന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഇങ്ങനെയുള്ള ദുർമരണങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. അശ്രദ്ധമായിട്ട് വരുത്തി വെക്കുന്ന ഒരു ആപത്താണ് ഇതൊക്കെ. ഒരു ട്രെയിൻ പോകുന്ന വഴിയിൽ കൂടി നമ്മൾ പോകുമ്പോൾ നമ്മളെല്ലാവരും കൂടുതൽ കെയർ ചെയ്തിരിക്കണം. എങ്ങനെയൊക്കെ നമ്മളത് ക്രോസ് ചെയ്യണം, ഏത് രീതിയിൽ പോകണം, ട്രെയിൻ എത്ര വേഗതയിലാണ് വരുന്നത്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയും ഒന്നും അറിയാത്തൊരു മണ്ടനൊന്നും അല്ലായിരുന്നില്ല ആ മരിച്ച പയ്യൻ. അപ്പോൾ ഇതെല്ലാം വേടന്റെ മണ്ടയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം വേടന്റെ തലയിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ കളിക്കുന്ന ഒരു കളിയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ആ അമ്മയും അച്ഛനും പറയുന്നുണ്ട്, വേടന്റെ പരിപാടിക്ക് പോയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, വേടന്റെ പരിപാടിക്ക് പോകാനെന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അത് പോയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ മകൻ തിരികെ വന്നേനമായിരുന്നതാണ്. അപ്പോൾ വേടന്റെ പരിപാടി കാണാൻ പോയത് കൊണ്ട് മാത്രമാണ് മരിച്ചതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വേടന്റെ പരിപാടി കാണാൻ പോയി, പക്ഷേ
എവിടെയോ എന്തോ ഒരു കാര്യം സംഭവിച്ചു. എന്നാൽ ഇതൊന്നും പറയാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇവരെല്ലാം പറയുന്നത് വേടന്റെ പരിപാടിക്ക് പോയി സംഭവമുണ്ടായി, വേടന്റെ പരിപാടിക്ക് പോയതുകൊണ്ട് മരണപ്പെട്ടു. എന്നാൽ എന്താണ് അവിടെ ഉണ്ടായതെന്നുള്ളതിൻ്റെ ഒരു സത്യാവസ്ഥ പറയാനായിട്ട് എന്തുകൊണ്ട് ഇവരാരും തയ്യാറാവുന്നില്ല? മുഖ്യധാരാ മാധ്യമങ്ങളടക്കം എല്ലാവരും പറയുന്ന വേടന്റെ സംഗീത സന്ധ്യ കാണാൻ, അല്ല വേടന്റെ സംഗീത പരിപാടി കാണാൻ പോയപ്പോൾ ഇങ്ങനെ ഉണ്ടായെന്നാണ് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ആളുകൾക്ക് ഒരു തലയും വാലുമെങ്കിലും ഒക്കെ പറയണ്ട. ഒരു വാർത്ത അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാർത്ത നിങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഉണ്ടായെന്നുള്ളത് പറയാനായിട്ടുള്ളൊരു ആർജവം നിങ്ങൾ കാണിക്കണ്ടേ? ആ ഒരു ആർജവും ആ ഒരു ഊർജ്ജവും ഒന്നും ഈ ഒരു കാര്യത്തിൽ കാണിക്കുന്നില്ല. അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു, മകൻ പോയ വിഷമത്തിൽ അവർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സമ്മതിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം എങ്ങനെ വേടന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അത്രേ, വേടന്റെ സംഗീത സന്ധ്യ കാണാൻ വേണ്ടിയിട്ട് പോയതുകൊണ്ടാണ് മകൻ ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. അത് അങ്ങനെ മകൻ അതുകൊണ്ട് അത് കാണാൻ വേണ്ടി പോയതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് എഴുതി കഴിഞ്ഞാൽ ഇനി അത് വേടനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു തുറുപ്പ് ചീട്ടാവുമോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം, നമ്മൾ ഏതൊരു കാര്യത്തിന് പോയാലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം എല്ലാം ചെയ്യാൻ. ഏതൊരു നടനാണെങ്കിലും ഏതൊരു ഗായകനാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യത്തിനാണോ നമ്മൾ പോകുന്നത്, നമ്മളുടെ ശരീരം നോക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. നമ്മുടെ കൂടെ വരുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് നമ്മൾ ഒരാളെ പഴിച്ചിട്ടോ അല്ലെ വേടൻ്റെ പരിപാടി കാണാൻ പോയിട്ടാണെന്നോ അല്ല മറ്റുള്ളവരുടെ പരിപാടി കാണാൻ പോയിട്ടാണെന്നോ ഇങ്ങനെ സംഭവിച്ചതെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളത് പറയാനുള്ളത്. ഇതും ഇനി വേടൻ്റെ തലയിലേക്ക് കറക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പോകട്ടെ. മരണം ആ ഒരു കുടുംബത്തിലെ എല്ലാവരെയും കവർന്നെടുത്തിരിക്കുകയാണ്. എല്ലാവരും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ആ ഒരു ബുദ്ധിമുട്ട്, ഇതുപോലെയുള്ള അവസ്ഥ ഒരു വീട്ടിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.